നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ച മാലിദ്വീപിന്റെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന് അധികാരമൊഴിയേണ്ടി വരും. കടുത്ത ഇന്ത്യ വിരുദ്ധതയും ചൈന പ്രേമവുമുള്ള മുഹമ്മദ് മൊയ്സുവിനെതിരെ ഇംപീച്ച്മെന്റ് നടപടികളുമായി പ്രതിപക്ഷം രംഗത്തെത്തിയെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മുഹമ്മദ് മൊയ്സുവിനെതിരെയുള്ള നടപടികളുമായി പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നു എന്നുള്ള വാർത്തകളാണ് മാലിദ്വീപിൽ നിന്ന് ലഭിക്കുന്നത്. അതേസമയം മാലിദ്വീപിലെ ടൂറിസം രംഗത്ത് വലിയ തകർച്ച ഉണ്ടായി എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ്. കഴിഞ്ഞ ഡിസംബറിൽ ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ ഇന്ത്യക്കാർ 2ാം സ്ഥാനത്തായിരുന്നുവെങ്കിൽ ജനുവരി മാസം എത്തുമ്പോഴേക്കും ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണം 5ാമതായി പിന്തള്ളപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സോഷ്യൽ മീഡിയയിൽ വിമർശിച്ച 3 മന്ത്രിമാരെ പിന്തുണയ്ക്കുകയായിരുന്നു മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു. കഴിഞ്ഞ നവംബറിൽ അധികാരത്തിലെത്തി 70 ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോഴാണ് മുഹമ്മദ് മൊയ്സു എന്ന പ്രസിഡന്റിന്റെ രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. മുഹമ്മദ് മൊയ്സുവിനെ ഇംപീച്ച്മെന്റ് ചെയ്യാനുള്ള നടപടികളുമായി പ്രധാന പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇതോടുകൂടി ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ മാലിദ്വീപിലേക്കായിരിക്കുന്നു. മാലിദ്വീപ് എന്ന രാജ്യത്തിനെ ഇത്രയും കാലം പിടിച്ചു നിർത്തിയത് ഭാരതമായിരുന്നു. ലക്ഷദ്വീപിൽ വിനോദസഞ്ചാര മേഖലയിൽ ഇന്ത്യ വലിയ നിക്ഷേപങ്ങൾ നടത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് മാലിദ്വീപിന് കലി പൂണ്ടത്. അത് മാത്രവുമല്ല, കഴിഞ്ഞ കുറച്ച് നാളുകളായി മാലിദ്വീപിലെ ആഭ്യന്തര വിഷയങ്ങൾ അതിരൂക്ഷമായിരുന്നു. മുഹമ്മദ് മൊയ്സു എന്ന നേതാവ് എല്ലാ കാലത്തും ഏറ്റവും വലിയ ഇന്ത്യ വിരുദ്ധനായിരുന്നു. ഇന്ത്യയെ പരമാവധി വെറുപ്പിക്കുകയും ചൈനയെ ചേർത്ത് പിടിക്കുകയും ചെയ്യുക എന്നുള്ള നയമാണ് മുഹമ്മദ് മൊയ്സു കഴിഞ്ഞ കാലങ്ങളിൽ സ്വീകരിച്ചിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ചൈനീസ് ചാരക്കപ്പലിന് സ്വന്തം രാജ്യാതിർത്തിയിൽ നങ്കൂരമിടാനുള്ള അനുവാദം പോലും മുഹമ്മദ് മൊയ്സു നൽകിയത്. ഇതിൽ തന്നെ വലിയ പ്രതിഷേധം ആ രാജ്യത്തിനകത്ത് ഉണ്ടായിരുന്നു. ഇന്ത്യ എന്ന മഹാരാജ്യത്തെ വെറുപ്പിച്ചുകൊണ്ട്, ഇന്ത്യയെ ശത്രുവാക്കിക്കൊണ്ട് ഒരിക്കലും മാലിദ്വീപിന് മുന്നോട്ട് പോകാനാകില്ലെന്ന് മാലിദ്വീപിലെ പ്രതിപക്ഷം തന്നെ വ്യക്തമാക്കി. അവിടുത്തെ 4 മന്ത്രിമാരുടെ നിയമനം സ്ഥിരപ്പെടുത്താനുള്ള ചർച്ചകൾക്കിടെയാണ് കഴിഞ്ഞ ദിവസം മാലി പാർലമെന്റിൽ അംഗങ്ങൾ പരസ്പരം തമ്മിലടിച്ചത്. ഇതിലൊരു എംപിയുടെ തല പൊട്ടുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് മുഹമ്മദ് മൊയ്സുവിനെ ഇംപീച്ച്മെന്റ് ചെയ്യാനുള്ള നടപടികളുമായി പ്രധാന പ്രതിപക്ഷം മാലിദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടി ആണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ത്യയോട് കൊമ്പുകോർത്തും ചൈനയുമായി ചങ്ങാത്തം കൂടിയും വാർത്തകൾ നിറയുന്ന മൊയ്സുവിന് ഇനിയുള്ള ഭരണം സുഖകരമാകില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ടൂറിസമാണ് മാലിദ്വീപിന്റെ പ്രധാന വരുമാനം. കഴിഞ്ഞ കാലങ്ങളിൽ ഭാരതത്തിൽ നിന്നുള്ള ടൂറിസ്റ്റുകളാണ് മാലിദ്വീപിനെ സാമ്പത്തികമായും സാമൂഹ്യമായും പിടിച്ചു നിർത്തിയിരുന്നത്. എന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സോഷ്യൽ മീഡിയയിലൂടെ അവഹേളിച്ച വാർത്ത വന്നതിന് പിന്നാലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ട്രാവൽ ആൻഡ് ടൂറിസം കമ്പനികൾ മാലിദ്വീപിലേക്കുള്ള ടൂറിസം പദ്ധതികൾ ഒന്നായി നിർത്തലാക്കി. അതിന്റെ ഫലമാണ് 1 മാസത്തിനിപ്പുറം ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ വ്യാപകമായ കുറവുണ്ടായത്. ഇതോടുകൂടി മാലിയിലെ ടൂറിസം രംഗം ആകെ അവതാളത്തിലായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാലിദ്വീപിലെ ജനങ്ങളടക്കം സർക്കാരിനെതിരെ തിരിഞ്ഞത് ഈ സാഹചര്യത്തിലാണ്. ടൂറിസമാണ് മാലിദ്വീപിന്റെ ഏക വരുമാനം. ആ വരുമാനം കൂടി നിലച്ചാൽ അധികം വൈകാതെ തന്നെ മാലിദ്വീപ് എന്ന രാജ്യം കടുത്ത പട്ടിണിയിലാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ചൈനയെ പിന്തുണച്ചത് കൊണ്ട് ഒരു ഗുണവുമില്ല എന്നുള്ളത് മാലിദ്വീപ് ജനങ്ങൾ തന്നെ പുറത്തു പറയുന്നുണ്ട്. മാലിദ്വീപ് പ്രസിഡന്റിന്റെ തെറ്റായ നയങ്ങൾ മൂലം ഒരു രാജ്യം തന്നെ കടുത്ത പട്ടിണിയിലേക്ക് പോവുകയാണ്. ചൈനയെ പിന്തുണച്ചത് കൊണ്ട് ഒരു ഗുണവുമില്ലെന്ന് മാത്രമല്ല, ഇന്ത്യയെ വെറുപ്പിച്ചതിലൂടെ ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളുടെ വരവ് ഗണ്യമായി കുറഞ്ഞു. മാലിദ്വീപിന് സാമ്പത്തികമായ വലിയ തിരിച്ചടി ഉണ്ടായി. മാലിദ്വീപ് രാജ്യത്തിന്റെ വിനോദസഞ്ചാര മേഖലയിൽ തന്നെ കനത്ത തിരിച്ചടിയാണ് ഇതിലൂടെ ഉണ്ടായത്. ഇന്ത്യ വിരുദ്ധതയും ചൈനയുടെ കടുത്ത ആഭിമുഖ്യവും മുഖമുദ്രയാക്കിയ നേതാവാണ് മുഹമ്മദ് മൊയ്സു. ചൈനീസ് ചാരക്കപ്പൽ രാജ്യത്ത് നങ്കൂരമിടാൻ അടുത്തൊരു അനുവാദം നൽകിയതിനെതിരെ കടുത്ത വിമർശനം തന്നെയാണ് ഉയർന്നത്. ഇതേ ചൊല്ലി പാർലമെന്റിൽ വലിയ ബഹളവും ഉണ്ടായി. ഡെമോക്രാറ്റുകളുമായി കൈകോർത്താണ് മൊയ്സുവിനെതിരെ MDP എന്ന് പറയുന്ന പ്രധാന പ്രതിപക്ഷം ഇപ്പോൾ വലിയ ആക്ഷേപം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രിമാരുടെ നിയമനത്തിന് അംഗീകാരം ലഭിക്കാനായി പ്രസിഡന്റ് മൊയ്സു വിളിച്ചു ചേർത്ത പ്രത്യേക സമ്മേളനം അലങ്കോലമായിരുന്നു. വോട്ടെടുപ്പിന് തൊട്ടു മുൻപ് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഏറ്റുമുട്ടിയത് വലിയ ദുരന്ത കാഴ്ചയായിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ ദൃശ്യങ്ങൾ ലോകത്താകമാനം പ്രചരിക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മുൻ പ്രസിഡന്റായ മുഹമ്മദ് സോലിഹിന്റെ പാർട്ടിക്കാണ് പാർലമെന്റിൽ മുൻതൂക്കം. 22 മന്ത്രിമാരിൽ 4 പേരുടെ നിയമനം പിൻവലിക്കണമെന്ന് MDP ആവശ്യപ്പെട്ടതാണ് സംഘർഷത്തിലെത്തിയത്.
ഈസ അബ്ദുള്ള ഷഹീം, അബ്ദുൽ ഹക്കീം എന്നീ എംപിമാർ പരസ്പരം പോരടിക്കുന്ന ദൃശ്യങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്. 19 മന്ത്രിമാരുടെ നിയമനം അംഗീകരിച്ച പാർലമെന്റ് അറ്റോർണി ജനറൽ, ഇസ്ലാമിക് അഫയേഴ്സ് മന്ത്രി, ഹൌസിംഗ് മന്ത്രി തുടങ്ങിയവരുടെ നിയമനത്തെ പൂർണ്ണമായി എതിർത്തു. പ്രസിഡന്റിനെതിരെ പ്രമേയം അവതരിപ്പിക്കാൻ പാർലമെന്റിന്റെ മൊത്തം അംഗസംഖ്യയുടെ 1/3 ഭൂരിപക്ഷമാണ് വേണ്ടത്. മാലദ്വീപ് പാർലമെന്റായ മജ്ലിസിലെ ആകെ അംഗസംഖ്യ 87 ആണെങ്കിലും നിലവിൽ 80 അംഗങ്ങൾ മാത്രമേ ഉള്ളൂ. ലക്ഷദ്വീപ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ച മൊയ്സൂർ സർക്കാരിലെ 3 മന്ത്രിമാർ ഇപ്പോൾ പുറത്താണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചതോടെയാണ് കാര്യങ്ങൾ വഷളായത്. തുടർന്ന് ഭാരതം മാലിദ്വീപിനെതിരെ കടുത്ത നിലപാടെടുത്തു. മാലിദ്വീപ് പിന്നീട് മാപ്പ് പറഞ്ഞുവെങ്കിലും ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള സന്ധിയുമില്ലെന്ന് ഇന്ത്യയുടെ കർക്കശമായ നിലപാട് പിന്നീട് ഉണ്ടായി. ഇതോടുകൂടി രാജ്യത്തെ പ്രധാനപ്പെട്ട ടൂറിസം കമ്പനികളൊക്കെ തന്നെ മാലിദ്വീപ് ടൂറിസത്തെ ഇനി പ്രോത്സാഹിപ്പിക്കേണ്ടെന്ന കടുത്ത തീരുമാനമെടുത്തു. ഇന്ത്യയുടെ ദാനമാണ് പലപ്പോഴും മാലിദ്വീപിന് ഒരു രക്ഷയായി മാറിയത്. മാലിദ്വീപിലെ സുരക്ഷ ഒരുക്കിയിരുന്നത് ഇന്ത്യൻ സൈന്യമാണ്. മാലിദ്വീപിന് സഹായം നൽകിയിരുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസത്തിന്റെ വരുമാനം കൊണ്ടാണ് മാലിദ്വീപിലെ ജനങ്ങൾ ഇതുവരെ ആഹാരം കഴിച്ചു പോന്നിരുന്നത്. എന്നാൽ ആ അന്ന നൽകിയ കൈക്ക് തന്നെയാണ് മാലിദ്വീപ് കടിച്ചതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം. മുഹമ്മദ് മൊയ്സു എന്ന കടുത്ത ഇന്ത്യ വിരുദ്ധനായ ചൈനീസ് പ്രേമിയായ പ്രസിഡന്റ് അധികാരമേറ്റത് മുതൽ ഇന്ത്യക്കെതിരെയുള്ള നടപടികൾ അവിടെ ആരംഭിച്ചിരുന്നു. ഇന്ത്യക്കെതിരെ കടുത്ത തീരുമാനങ്ങൾ അവിടെ രഹസ്യമായി കൈക്കൊണ്ടിരുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിച്ച മാലി മന്ത്രിമാരുടെ നടപടി. ഇതിൽ പ്രതിഷേധിച്ച് ഇന്ത്യയിലെ ടൂറിസം ട്രാവൽ കമ്പനികളൊക്കെ തന്നെ മാലിദ്വീപ് ടൂറിസവുമായി ഇനി കൈകോർക്കണ്ട എന്ന് തീരുമാനിക്കുന്നു. അതിന് പിന്നാലെ മാലിദ്വീപ് ടൂറിസത്തിൽ കനത്ത ഇടിവുണ്ടായിരിക്കുന്നു. മാലിദ്വീപിന്റെ സമ്പദ്ഘടന തന്നെ തകരുന്നു. മാലിദ്വീപ് പട്ടിണിയിലേക്ക് പോകുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ്. ഇതോടുകൂടിയാണ് മാലിദ്വീപിലെ ജനങ്ങൾ തന്നെ അവിടുത്തെ ഭരണകൂടത്തിനെതിരെ രംഗത്ത് വന്നത്. മാലിദ്വീപിന്റെ പ്രസിഡന്റിനെതിരെ ജനങ്ങൾ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നു. ഇന്ത്യ എന്ന രാജ്യത്തെ വെറുപ്പിച്ചുകൊണ്ട് മാലിദ്വീപിന് നിലനിൽക്കാനാകില്ലെന്ന് ജനങ്ങൾ ഉറക്കെ പറയുന്നു. പ്രതിപക്ഷം മാലിദ്വീപ് പ്രസിഡന്റിനെ ഇംപീച്ച്മെന്റ് ചെയ്യാനുള്ള നടപടികളുമായി രംഗത്ത് വരികയാണ്.